നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരമാണല്ലോ ഏപ്രിൽ 26 ശനിയാഴ്ച രാത്രി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 27 ഞായറാഴ്ച പുലർച്ചെ 1:30 ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ സെവിയയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുന്നത്. ഒരു ഫൈനൽ മത്സരത്തിൽ എൽ ക്ലാസിക്കോ, എന്തൊരു പോരാട്ടമായിരിക്കും അത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ ഇതുവരെ ഈ ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ആകെ 7 കോപ്പ ഡെൽ റേ ഫൈനലുകളാണ് ഈ രണ്ട് ടീമുകൾ നേർക്കുനേർ വന്നിട്ടുള്ളത്. അതിൽ 4 തവണ കിരീടം ചൂടി ആധിപത്യമുള്ളത് റയൽ മാഡ്രിഡിനാണ്. 3 തവണയാണ് FC ബാഴ്സലോണ കിരീടം ചൂടിയിട്ടുള്ളത്. ഇത് 8ാമത്തെ കോപ്പ ഡെൽ റേ ഫൈനലാണ് ഇവർ നേർക്കുനേർ വരുന്നത്. ബാഴ്സയ്ക്ക് വിജയിക്കാൻ പറ്റുമോ? ബാഴ്സയാണ് ഫേവറിറ്റ്സ് എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ റയലിനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളേണ്ട എന്നത് റയലിൻ്റെ മുൻ താരങ്ങളടക്കം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കിടിലൻ പോരാട്ടമാണ്. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള കോപ്പ ഡെൽ റേ എൽ ക്ലാസിക്കോ ഫൈനലുകൾ 1936 ആദ്യം. അന്ന് 2-1 റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി കിരീടം ചൂടി. പിന്നെ നടക്കുന്നത് ഫൈനലിൽ ഇവർ കോപ്പ ഡെൽ റേയിൽ ഏറ്റുമുട്ടുന്നത് 1968. അപ്പോൾ പക്ഷേ ബാഴ്സലോണ വിജയിച്ചു. 1-0 ബാഴ്സ വിജയിച്ച് കയറി. പിന്നെ ഒരു ഫൈനൽ, CDRൻ്റെ ഫൈനൽ ഇവർ ഏറ്റുമുട്ടുന്നത് 1974. അന്ന് റയൽ മാഡ്രിഡ് 4-0 FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം 1983 കോപ്പ ഡെൽ റേ ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ ബാഴ്സ വിജയിച്ച് കയറി. 2-1 ബാഴ്സയുടെ വിജയം. കഴിഞ്ഞില്ല. 1990 കോപ്പ ഡെൽ റേ ഫൈനലിൽ ഇരുവരും വീണ്ടും ഏറ്റുമുട്ടി. അന്നും ബാഴ്സ വിജയിച്ചു 2-0. പക്ഷെ പിന്നീട് 2 തവണ ഏറ്റുമുട്ടിയപ്പോഴും റയലിനൊപ്പമാണ് വിജയം. 2011 റയൽ മാഡ്രിഡ് ബാഴ്സലോണ ഏകപക്ഷീയമായ 1 ഗോളിന്, ക്രിസ്ത്യാനോയുടെ ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടി. കഴിഞ്ഞില്ല. 2014 അവർ ആ വിജയം ആവർത്തിച്ചു. 2-1 ബാഴ്സയെ ആ വർഷം തോൽപ്പിച്ചുകൊണ്ട് അവർ കിരീടം ചൂടി. പിന്നീട് ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കോപ്പ ഡെൽ റേ ഫൈനലിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ നേർക്കുനേർ വരികയാണ്. സമീപകാലത്തെ ഫോം ബാഴ്സലോണക്കാണ് അനുകൂലം. സമീപകാലത്തെ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിലെ വിജയം ബാഴ്സലോണക്കാണ് അനുകൂലം. അങ്ങനെയൊക്കെ പറയുമ്പോഴും റയൽ മാഡ്രിഡിനെ നിങ്ങൾ എഴുതി തള്ളേണ്ട. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.